കെ സുരേന്ദ്രനെതിരായ മാനനഷ്ട കേസിൽ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സുരേന്ദ്രൻ നേരിട്ട് ഹാജരാകുന്നതും ഒഴിവാക്കി. ദല്ലാൽ നന്ദകുമാറായിരുന്നു മാനനഷ്ട കേസ് കൊടുത്തത്. രേഷ്മ ബാബു വിവരങ്ങൾ നൽകും. രേഷ്മ, എന്താണ് വിവരങ്ങൾ? ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ കാട്ടുകള്ളരെന്നും വിഗ്രഹമോഷ്ടാവെന്നും വിളിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ദല്ലാൽ നന്ദകുമാർ കെ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു കേസ് നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ സുരേന്ദ്രൻ നേരിട്ട് ഹാജരാകാനായിട്ട് നോട്ടീസ് കീഴ്ക്കോടതി അയക്കുകയും ചെയ്തിരുന്നു. നാളെയാണ് നേരിട്ട് ഹാജരാകാനായിട്ടുള്ള തീയതി നിശ്ചയിച്ചിരുന്നത്. തുടർന്ന് കെ സുരേന്ദ്രൻ ഈ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി. ആ ഹർജിയിൽ മേലാണ് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. 16/1 വരെ, അതായത് അടുത്ത തവണ ഈ ഹർജി പരിഗണിക്കുന്ന ജനുവരി 16 വരെ സുരേന്ദ്രൻ നേരിട്ട് ഹാജരാകുന്നതും അതോടൊപ്പം തന്നെ കേസിന്റെ തുടർ നടപടികൾ, ഈ മാനനഷ്ട കേസിന്റെ തുടർ നടപടികളുമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുന്നത്. തനിക്ക് അപമാനകരമായിട്ടുള്ള പരാമർശമാണ് കെ സുരേന്ദ്രൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദല്ലാൽ നന്ദകുമാർ ആദ്യഘട്ടത്തിൽ നോട്ടീസ് അയച്ചത്. തുടർന്ന് മാനനഷ്ട കേസ് ഫയൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുകയായിരുന്നു. എന്തായാലും കെ സുരേന്ദ്രനെതിരായിട്ടുള്ള ദല്ലാൽ നന്ദകുമാർ ഫയൽ ചെയ്ത മാനനഷ്ട കേസിന്റെ തുടർ നടപടികളാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നത്. സുരേന്ദ്രൻ നേരിട്ട് ഹാജരാകുന്നതും ഹൈക്കോടതി ഒഴിവാക്കിയിട്ടുണ്ട്. ശരി രേഷ്മ.